ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കുള്ള സംശയമാണ്, ഈ ഫൈനൽ ഇയർ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത്. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങളോട് ചോദിക്കുന്നത് എക്സാം ഡേറ്റ് ആയിട്ടുള്ള എക്സാം പാസ്സായിട്ടുള്ള ഡേറ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എടുത്തു വെക്കണമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എടുത്തു വെക്കണം. കാര്യം OBC സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഓൾറെഡി നിങ്ങൾ LPക്ക് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് തന്നെ മതി, വേറെ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സോ ഇത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് നോർമൽ പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓൾറെഡി പറയാം, ഒരിക്കൽ കൂടി ഞാനത് പറയാണ്. അതായത് RRB ALP എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്തുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് തന്നെ മതി, വേറെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വെബ്സൈറ്റിൽ, അത് RRBJയുടെ ഏത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് RRB ചെന്നൈയുടെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് സോണിൽ പോയി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു സോൺ മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് സോണിലൊന്നും എന്ത് ചെയ്യേണ്ട, ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട് പോലെ ഒന്നും ക്രിയേറ്റ് ചെയ്യരുത്. ഒറ്റ സോണിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. സോ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പം നമ്മൾ നേരെ RRBയുടെ ചെന്നൈയുടെ വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിലും പോകട്ടോ. RRBJE നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RRBയുടെ ഏത് സോണിലും ഏത് വെബ്സൈറ്റിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചെന്നൈയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, RRB ചെന്നൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ സൈറ്റ് തന്നെയാണ് ഈ RRB ചെന്നൈ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് CEN3 എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ലിങ്കാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ആ ഒരു ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലിങ്കിലേക്കാണ് നമുക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് എല്ലാ സൈറ്റിലും കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലൈ എന്ന് കൊടുക്കുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുണ്ടാവും, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, candidate who have already created an account for CEN01/2024, അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അതേപോലെ തന്നെ CEN02/2024 ടെക്നീഷ്യൻ, CEN-RPF1/2024 സബ് ഇൻസ്പെക്ടർ, CEN-RPF2/2024 കോൺസ്റ്റബിൾ, അവരൊന്നും പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ എക്സാമുകൾക്കൊക്കെ RPF എക്സാമുകൾക്കൊക്കെ അപ്ലൈ ചെയ്ത ആളുകൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ അതേ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. വേറൊരു സെപ്പറേറ്റ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ട് ഫോം ചെയ്യാനുള്ള പ്രോസസ്സ് ഇതാണ്. നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുക്കാനുള്ളത്. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതേപോലെ തന്നെ ആധാർ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്യാം. അതിൽ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ കൊടുക്കുക. അതിൽ ജനറേറ്റ് ഇമെയിൽ OTP, ജനറേറ്റ് മൊബൈൽ OTP. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡിൽ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് നമ്പേഴ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് പ്രിവ്യൂ ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. സോ ഞാൻ പറഞ്ഞു, ഓൾറെഡി ALPക്കൊക്കെ വേണ്ടി ചെയ്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അക്കൗണ്ട് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാൻ ഇവിടെ ഹോമിലേക്ക് തന്നെ പോവാണ്. എന്നിട്ട് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളിടത്ത് എന്ത് ചെയ്യാണ്, ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ജനറൽ ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നിടത്തുള്ളതാണ് ഈ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, RRB ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ
RRB ചെന്നൈയുടെ വെബ്സൈറ്റിൽ നിന്നാണ് കയറിയതെങ്കിലും വേറെ വെബ്സൈറ്റിൽ നിന്ന് കയറുകയാണെങ്കിലും ഒക്കെ ഇതേ ഇന്റർഫേസിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി നമ്മൾ സോൺ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ആക്ച്വലി സോൺ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത സോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ALPന്റെ കേസിൽ ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നിരുന്നു, അത് വേക്കൻസി ഒക്കെ മാറിയത് കൊണ്ടാണ്. ഇവിടെ അങ്ങനെ വരാനൊന്നും സാധ്യതയില്ല. അപ്പോൾ കെയർഫുൾ ആയിട്ട് തന്നെ സോൺ സെലക്ട് ചെയ്യുക. നമ്മൾ സോൺ സെലക്ട് ചെയ്യുക ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോസുകളൊക്കെ, സോൺ സെലക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണുകയും ചെയ്യുക കേട്ടോ. അതിനുശേഷം സോൺ സെലക്ട് ചെയ്യാണ്. ഞാനിവിടെ ചെന്നൈ സോണാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ ആം നോട്ട് കറന്റ്ലി ഡിബാർഡ് ഫ്രം എനി RRB or RRC എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഓൾറെഡി ALPയുടെ സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ RPF ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്തുള്ള പേഴ്സണൽ ഡീറ്റെയിൽസുകൾ തന്നെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. സോ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്, വിസിബിൾ ആകുന്നതാണ്. അതിനുശേഷം ഇവിടെ നിങ്ങളെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഓൾറെഡി നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഇവിടെ ഇഷ്യൂ ചെയ്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് OBC സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓൾറെഡി ആ സമയത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്ത സമയത്ത് ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ എടുത്തു വെച്ച സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റിലുള്ള നമ്പർ നോക്കിയാൽ മതി, സർട്ടിഫിക്കറ്റിലെ നമ്പർ ഉണ്ടാവും. സോ ആ നമ്പറാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻറ്റേഴ്സ് ഒക്കെ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡേറ്റ്, അതായത് അപ്ലിക്കേഷൻ ടൈമിൽ നമ്മൾ OBC ആണെന്ന് തെളിയിക്കാനാണ് ഈ ഡേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ചിലപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് ഏത് നമ്പർ എടുക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റിൽ ഏത് ഭാഗത്തുള്ള ഒരു നമ്പേഴ്സ്, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലും നമ്പർ അതിലുണ്ടാവും. ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ള ചോദ്യം, അതിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. അപ്ലിക്കേഷൻ ടൈമിലുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സേവ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റിലേക്ക് പോവാണ്. സോ നെക്സ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിൽ മദർ ടങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മലയാളം എന്ന് കൊടുക്കുകയാണ്. ദെൻ ചോയ്സ് ഓഫ് എക്സാമിനേഷൻ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ്, ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇംഗ്ലീഷ് ബൈ ഡിഫോൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൾറെഡി ബൈ ഡിഫോൾട്ട് ഉണ്ടാവും. അപ്പോൾ രണ്ടും ഇംഗ്ലീഷിന് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത്തരം ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക. നമുക്ക് നോക്കി നോക്കാം ഏതെല്ലാം ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. എക്സ് സർവീസ് മാൻ ആണ് ചോദിച്ചിട്ടുണ്ട്. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണോ, ആർ യു EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണോ എന്നുള്ളതാണ് കേട്ടോ അവിടെ ചോദിച്ചിരിക്കുന്നത്. അതാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ദെൻ കറൻ്റ്ലി എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, അത് നിങ്ങൾ അവിടെ അപ്ലിക്കബിൾ ആണെങ്കിൽ ആ കാര്യങ്ങൾ എഴുതാം. പിന്നെ നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് റീഫണ്ട് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഈ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. ദെൻ ആ അക്കൗണ്ട് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം. ഓക്കെ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആദ്യം നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്താണ്, മെട്രിക്കുലേഷൻ ആണ്. മെട്രിക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ആഡ് ചെയ്തു. ഇനി അതിനുശേഷം നമുക്ക് അടുത്തൊരു ക്വാളിഫിക്കേഷൻ നമ്മൾ 3 ഇയർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ചോദിച്ചിട്ടുണ്ട്. ബാച്ചിലർ ഓഫ് സയൻസ്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, മെട്രിക്കുലേഷൻ. അപ്പോൾ ഞാൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഇതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതിലാണ്, അതായത് ഏത് ഡിസിപ്ലിനിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക്കൽ എന്ന് കൊടുക്കുകയാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് കൊടുക്കുകയാണ്. സബ്സ്ട്രീം ചോദിച്ചിട്ടുണ്ട്. അതില്ല, സബ്സ്ട്രീം വരുന്നില്ല അല്ലേ, നമുക്ക് സബ്സ്ട്രീം വരുന്നില്ല, ഇവിടെ കമ്പൽസറി ആയിട്ടുള്ളതല്ല. പിന്നെ സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരള സെലക്ട് ചെയ്തു. ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാലിക്കറ്റ് സെലക്ട് ചെയ്യാണ്. നെയിം ഓഫ് കോളേജ് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ GEC എന്ന് കൊടുത്തു. ഓക്കെ, അത് നിങ്ങൾ കംപ്ലീറ്റ് കൊടുക്കുക കേട്ടോ. ഡേറ്റ് ഓഫ് പാസിങ്ങും ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ഡേറ്റ് ഓഫ് പാസിങ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ്, അതായത് പലരും പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് വന്നിട്ടുള്ളത് ജൂണിലൊക്കെയാണ് BTech റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ June 1 കൊടുക്കുക. അതായത് നിങ്ങൾ റിസൾട്ട് വന്ന ഡേറ്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആഡ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത് ആഡ് ആയി കഴിഞ്ഞു, നമ്മൾ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ എന്തെടുക്കേണ്ട കാര്യമില്ല. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ, യാതൊരു പ്രശ്നവുമില്ല. കാരണം
സർട്ടിഫിക്കറ്റിന്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ചോദിച്ചിട്ടില്ല. ആകെ ചോദിച്ചിരിക്കുന്നത് ഏത് ഡിസിപ്ലിനിലാണ്, സ്റ്റേറ്റ് ഏതാണ്, അതേപോലെ ഡേറ്റ് ഓഫ് പാസിംഗ് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ഓഫ് പാസിംഗ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഫൈനൽ സെമസ്റ്ററിന്റെ റിസൾട്ട് വന്ന ഡേ നിങ്ങൾക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഡേറ്റ് ഓഫ് പാസിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളുടെ റിസൾട്ട് വന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് പാസിംഗ് നിങ്ങളായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മതി. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇനി M.Tech ഉണ്ടെങ്കിൽ മറ്റു ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ഇയേഴ്സ് കഴിഞ്ഞ് B.Tech സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. ആ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ OBCയുടെ അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അതിന്റെ നമ്പർ എന്ത് ചെയ്യാനുണ്ട്, ഇതിൽ കൊടുക്കാനുണ്ട്. സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്പെസിഫിക്കേഷൻ ഓഫ് ഫോട്ടോഗ്രാഫ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിൻ്റെതും അതേപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കളർ ഫോട്ടോ JPEG ഫോർമാറ്റിലാണ്, സൈസ് 30 to 70 KB ആണ്. അത്തരം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലാസ് വെച്ചിട്ടുള്ള ഫോട്ടോ പറ്റുമോ എന്നുള്ളത്. സ്പെക്സ് വെച്ചിട്ടുള്ളത് പറ്റും, പക്ഷേ ഡാർക്ക് ഗ്ലാസസ് വെച്ചിട്ടുള്ളത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. ദെൻ സ്പെസിഫിക്കേഷൻ ഓഫ് സിഗ്നേച്ചർ ഇമേജും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക, സിഗ്നേച്ചറും കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സാമ്പിൾ ഓഫ് ഫ്യൂ ഓഫ് റിജക്റ്റഡ് ഫോട്ടോസ്, ഇതെല്ലാം റിജക്റ്റഡ് ഫോട്ടോസിന് കാരണങ്ങളാണ്. റിജക്റ്റഡ് ഫോട്ടോസിലേക്ക് ഉള്ള കാരണങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്നും എടുക്കരുത്, ക്യാപ്പ് വെച്ചിട്ടോ മാസ്ക് വെച്ചിട്ടോ ഡാർക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടോ ഒന്നും എടുക്കരുത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോരോ ഈ ഒരു രീതിയിലൊന്നും അല്ലാന്ന് വിചാരിക്കുകയാണ്. നോർമലി നമ്മളൊരു സ്റ്റുഡിയോ നിന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ ഈ രീതിയിലൊന്നും അല്ല വരിക. ഈ ഒരു എന്താ പറയുക, ലാസ്റ്റ് ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് തന്നെ ആയിരിക്കും സ്റ്റുഡിയോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക, സേവ് കൊടുക്കുക, അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു എന്താ പറയുക, അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. നെക്സ്റ്റ് സെഷനിൽ ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത് എലിജിബിൾ പോസ്റ്റ് ഓഫ് സോൺസ് ഓർ PUs ടു അപ്ലൈ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സോൺസുകളെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഓൾമോസ്റ്റ്, ഞാൻ ചെന്നൈ സോൺ ആയതുകൊണ്ട് തന്നെ ഈ ചെന്നൈ സോണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 18ഓളം പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മെക്കാനിക്കലിൻ്റെ പോസ്റ്റുകൾ, അതേപോലെ ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻ്റ് അഥവാ DMS ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയർ S&T വർക്ക്ഷോപ്പ്, അങ്ങനെ മെക്കാനിക്കലിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക്സുകാരുടെ S&T സിഗ്നലൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എന്നുള്ള രീതിയിലാണ് ബ്രാഞ്ചസ് കൊടുത്തിട്ടുള്ളതെങ്കിലും ഇവിടെ എനിക്ക് ഇലക്ട്രിക്കലിൻ്റെതും ഇലക്ട്രോണിക്സിൻ്റെതും മെക്കാനിക്കലിൻ്റെതും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പ്രയോറിറ്റി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ ജൂനിയർ എഞ്ചിനീയർ ജനറൽ സർവീസ് ഞാനിവിടെ എടുക്കുകയാണ്, സെലക്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ കുറച്ച് താഴേക്ക് പോയിട്ട് ഡിസൈൻ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ICF അത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ജൂനിയർ എഞ്ചിനീയർ വർക്ക്ഷോപ്പ് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യട്ടോ, നമുക്ക് എല്ലാം എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നമ്മൾ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് പോയത്, ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ, ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ കരിയറിൽ ഒരു പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. കാരണം നമ്മൾ ഏത് സെലക്ട് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് എല്ലാം സെലക്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത്ര എണ്ണമെന്നില്ല, നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന ചെന്നൈ സോണിലുണ്ടായിരുന്ന 18ഉം എല്ലാ സ്ഥലത്തും 18 ആയിരിക്കില്ല, ഓരോ സോണിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ചെന്നൈ സോണിലുള്ള മുഴുവൻ സോണിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അത് നമുക്ക് ഇവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ ഏതെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഇതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാം, ഷഫ്ലിംഗ് ഒക്കെ നടത്താം. അപ്പോൾ ഞാൻ ഇതോടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാം ഞാൻ ആഡ് ചെയ്യാം, എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. അത് നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ ആഡ് ചെയ്യാതിരിക്കൊന്നും വേണ്ട, മെക്കാനിക്കൽ ഇലക്ട്രോണിക്സും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഐ ഹാവ് എക്സസൈസ്ഡ് എന്നെഴുതുക. സെലക്ട് എലിജിബിൾ എക്സാം ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എക്സാം ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ കാൻഡിഡേറ്റ് പൊസസിംഗ് മോർ ദാൻ 1 മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാപ്ഡ് ടു ഡിഫറെൻറ്റ് എക്സാം ഗ്രൂപ്പ് ചൂസ് എനി വൺ ഓഫ് എക്സാം ഗ്രൂപ്പ് പ്രൊവൈഡഡ് ഹു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇസ് മാപ്ഡ് ടു ദ ചൂസ് ആൻ എക്സാം ഗ്രൂപ്പ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു എക്സാം ഗ്രൂപ്പ് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ടിക്ക് ഓക്കെ ചെയ്തു, ടിക്ക് മാർക്ക് കൊടുത്തു, ഐ ഹിയർ ബൈ ഇത് കൊടുത്തു. നമ്മൾ എവിടെയാണെന്നുള്ളത് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പ്രിവ്യൂ ആപ്ലിക്കേഷൻ നമ്മൾ സേവ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പ്രിവ്യൂ ആപ്ലിക്കേഷൻ നോക്കാം.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്തു. വീണ്ടും സബ്മിറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പ്രോസസ്സോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ്, ഇനി പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് വരുന്നത്. പേയ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, പേ വിത്ത് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ്. 500 ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാറ്റഗറിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പേ വിത്ത് SBI ഇ-പേ എന്നുള്ള സെക്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോവാണ്. പേയ്മെൻറ്റിൽ ഇതേപോലൊരു വിൻഡോ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, UPI ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാം. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉള്ള കാര്യങ്ങൾ. അപ്പം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട പ്രോസസ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മളൊരു മറ്റെവിടെയെങ്കിലും ഒരു എന്താ പറയുക, പുറത്ത് പോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടുതൽ കൺഫ്യൂഷൻസ് ഉള്ള കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് OBC സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ളൊരു OBC സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ നമ്പർ ആവശ്യമുണ്ട്. BTech ഓർ ഡിപ്ലോമ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല. സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിച്ചിട്ടില്ല, ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് എക്സാം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതിനുവേണ്ടി ഇപ്പം നിങ്ങൾ സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല. ഓക്കെ, സോ വേറെ അതേപോലെ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ പ്രിഫറൻസ് എല്ലാം ചൂസ് ചെയ്യാം. അതുപോലെ എക്സാം ഗ്രൂപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു എക്സാം ഗ്രൂപ്പ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഇലക്ട്രിക്കൽ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ, 3 ഇയർ ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ഒരു ട്രേഡ് മാത്രം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അപ്പോൾ അതിലുള്ള എക്സാംസുകളൊക്കെ നിങ്ങൾക്ക്, അതിലുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. പ്രിഫറൻസ് കൊടുക്കുമ്പോൾ എല്ലാം പ്രിഫറൻസ് ആയിട്ട് എല്ലാം കൊടുക്കണം, ഒറ്റൊന്നു പോലും വിട്ടുപോകരുത്. എന്നാൽ മാത്രമേ അത് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ ആപ്ലിക്കേഷൻ ടൈമിൽ അത് പരിഗണിക്കുകയുള്ളൂ. സോ അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ഇനി പ്രിഫറൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് എന്താ പറയുക, സോൺ വൈസ് ആയിട്ടുള്ള പ്രിഫറൻസ് ഒക്കെ തരണം. അപ്പോൾ അതിൻ്റെ വീഡിയോസുകൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. RRB JEE എക്സാമിന് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ, എൻട്രിയുടെ RRB JEE കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 100 ഡേ സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, RRB JEEയുടെ ഗോൾഡ് ബാച്ച് August 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, കുറച്ച് പേർ കൂടി നമ്മൾ അഡ്മിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.